പത്രസമ്മേളനത്തിൽ രമേശ് പിഷാരടിയെ പറ്റി പറഞ്ഞ പരാമർശങ്ങളിൽ വിശദീകരണവുമായി നടി അൻസിബ. അമ്മയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രമേശ് പിഷാരടി തന്നെ വിളിച്ചുവെന്നും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് അൻസിബ പ്രസ് മീറ്റിൽ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്നാണ് ഞാൻ മറുപടി നൽകിയത്. പരാതിക്കാരി മാപ്പെഴുതി കൊടുക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നും അൻസിബ ചോദിച്ചിരുന്നു. ഈ പരാമർശങ്ങളിലാണ് വിശദീകരണം. മാപ്പ് പറയാൻ രമേശ് പിഷാരടി തന്നോട് പറഞ്ഞിട്ടില്ല എന്നും ടിനി ടോമിന്റെ ആവശ്യം അറിയിക്കുകയാണ് ചെയ്തതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ അൻസിബ പറഞ്ഞു. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്. ഞാനും ടിനി ടോമും തമ്മിൽ നടക്കുന്ന തർക്കം പരിഹരിക്കാനായി രമേശ് പിഷാരടി ഇടപെടുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം ടിനി ടോമിനോടും അദ്ദേഹത്തിന്റെ വക്കീലിനോടും സംസാരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അവരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അൻസിബ മാപ്പെഴുതി കൊടുക്കണമെന്ന്. ആ വിവരം അദ്ദേഹം എന്നെ അറിയിക്കുകയാണ് ചെയ്തത്. രമേശ് പിഷാരടി എന്നോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ടിനിയുടെ ആവശ്യമാണ് രമേശ് പിഷാരടി എന്നോട് പറഞ്ഞത്. അത് നടക്കില്ല എന്ന് തന്നെയാണ് പിഷാരടിയും അദ്ദേഹത്തോട് പറഞ്ഞത്. ദയവ് ചെയ്ത് രമേശ് പിഷാരടി ചേട്ടനെ തെറ്റിദ്ധരിക്കരുത് എന്നും അൻസിബ പറയുന്നുണ്ട്. അമ്മയെ കാവ്യവൽക്കരിക്കാൻ ശ്വേതാ മേനോൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണമാണ് പത്രസമ്മേളനത്തിൽ അൻസിബ ഉൾപ്പെടെയുള്ള നടിമാർ ഉന്നയിച്ചത്. അദാനിയിൽ നിന്ന് 15 കോടി ശ്വേത അമ്മയ്ക്കായി ഉറപ്പാക്കിയെന്ന BJP വനിതാ നേതാവിന്റെ പരാമർശം പുറത്തുവിട്ടാണ് മാലാ പർവതിയും അൻസിബ ഹസനും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടത്. സ്ത്രീകളുടെ പരാതികളിൽ പോലീസ് ഉപേക്ഷ കാണിക്കുകയാണെന്നും ഓപ്പറേഷൻ തൂഫാനൊപ്പം ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിനും പ്രാധാന്യം നൽകണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. അതേസമയം അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാത്തതിൽ ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി അൻസിബ രംഗത്തെത്തിയിട്ടുണ്ട്. താൻ രാജിവെക്കരുതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും വരെ പറഞ്ഞിരുന്നു എന്ന ശ്വേതയുടെ വിശദീകരണത്തിൽ വിശ്വാസമില്ലെന്നാണ് അൻസിബ വ്യക്തമാക്കിയത്. അത് മമ്മൂട്ടിയും മോഹൻലാലും നേരിട്ട് പറയട്ടെ എന്നും അൻസിബ കൂട്ടിച്ചേർത്തു. ടിനി ടോമിനെതിരായ കേസിൽ കടവന്ത്ര സ്റ്റേഷനിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അൻസിബ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുക്കാൻ തയ്യാറായത്. അമ്മ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് കരാറിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണവും നടി ഉന്നയിച്ചിട്ടുണ്ട്. വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ശ്വേതയായിരുന്നു എന്ന് അൻസിബ പറഞ്ഞു. 1 കോടി എന്നായിരുന്നു പറഞ്ഞത്. കരാറിൽ അത് 75 ലക്ഷമായി. 25 ലക്ഷം എവിടെ പോയെന്നും അൻസിബ ചോദിച്ചു. മതസ്ഥാപനം സ്പോൺസർഷിപ്പിലേക്ക് വരുന്നതിനെ എതിർത്തത് മുതൽ തന്നോട് വൈരാഗ്യം കാണിക്കാൻ തുടങ്ങിയെന്നും അൻസിബ ആരോപിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്വേതയ്ക്കെതിരെ ആരോപണവുമായി ഉഷാ ഹസീനയും രംഗത്തെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് അനൂപ് ചന്ദ്രൻ അൻസിബയ്ക്കെതിരെ മോശം വീഡിയോ ചെയ്തു. ആ വീഡിയോയെക്കുറിച്ച് ശ്വേതയോട് പറഞ്ഞപ്പോൾ തനിക്ക് വളരെ സന്തോഷമായെന്നും അങ്ങനെ തന്നെ വേണമെന്നുമായിരുന്നു അവരുടെ മറുപടിയെന്നും ഉഷാ ഹസീന ആരോപിച്ചു. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇരുവരും ഇത് പറഞ്ഞത്. ശ്വേത ചേച്ചിയാണ് കമ്മിറ്റിയിൽ കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയെന്ന് അറിയില്ല. ഇക്കാര്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല. അമ്മയിൽ 32 വർഷമായി ഒരു മതസ്ഥാപനവും മതചിഹ്നവും കടന്നുകൂടിയിട്ടില്ല. ഇന്നൊരു ക്ഷേത്രം വരികയാണെങ്കിൽ നാളെ ഒരു മുസ്ലിം പള്ളിയും പിന്നീട് ക്രിസ്ത്യൻ പള്ളിയും രാഷ്ട്രീയ പാർട്ടികളും വരും. അത് പാടില്ല എന്നത് പറഞ്ഞോ അന്ന് മുതൽ വൈരാഗ്യം കാണിക്കാൻ തുടങ്ങിയെന്നാണ് അൻസിബ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻസിബ ഹസൻ. ഞാനൊരു കാര്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഞാനൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ ടിനി ടോമും തമ്മിൽ നടക്കുന്ന തർക്കം പരിഹരിക്കാനായിട്ട് ശ്രീ രമേശ് പിഷാരടി ഇടപെടുകയും അദ്ദേഹം ആ തർക്ക പരിഹാരത്തിനായിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീ ടിനി ടോമുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വക്കീലായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അൻസിബ മാപ്പെഴുതി കൊടുക്കണം. ആ വിവരം അദ്ദേഹം എന്നെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ശ്രീ രമേശ് പിഷാരടി എന്നോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനോട് ശ്രീ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ആ ആവശ്യം അദ്ദേഹം എന്നോട് പറയുകയും അത് നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ദയവേത് ശ്രീ രമേശ് പിഷാരടി ചേട്ടന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം എന്നോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല.